മര്യാദക്ക് അതെനിക്ക് തിരിച്ചു തരുന്ന നല്ലത്. ഞങ്ങളൊന്ന് പിടിക്കേ. വീണേ. എവിടെ വീണെന്നാ? ഞാൻ പറക്കുന്നത് കണ്ടില്ലേ നീ? ഞങ്ങളൊരിക്കൽ കെണിയിൽ നീ വീണെന്നാ പറഞ്ഞത്. ചിറകൊണ്ട് കാലുകൊണ്ട്, എന്നിട്ടും ഞങ്ങൾ നിനക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ ചേട്ടാ, എനിക്കിത് അവിടെ വരെ ഒരു ലിഫ്റ്റ് തരാമോ? ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ഓടുകയാണോ? എടാ ബക്രു, സത്യത്തിൽ ഞാൻ ആലോചിക്കുന്ന അതേ കാര്യം തന്നെയാണോടാ നീയും ആലോചിക്കുന്നത്? ആ അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരാഴ്ച എന്താ 7 ദിവസമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ 1 മാസം 30 ദിവസം ആവുന്നത്? എടാ വണ്ട, ഞാൻ ആലോചിക്കുന്നത് നമ്മൾ മോഷ്ടിക്കേണ്ടതെല്ലാം മോഷ്ടിച്ചു കഴിഞ്ഞു. ഇനി തടിയൻ ഇൻസ്പെക്ടർ പാണ്ഡയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഓടാൻ നോക്ക്. വേഗം വാടാ ഇക്രു, നമുക്ക് വേഗം പോയാ ബ്രേസ്ലെറ്റ് എടുത്തോണ്ട് വരാം. മര്യാദക്ക് അത് തിരിച്ചു തരാനാ പറഞ്ഞത്. ഇനി ഞാൻ ഏതായാലും എന്റെ സ്പീഡ് കൂട്ടിയേ മതിയാവൂ. സംശയമുണ്ടോ? ചേട്ടന്റെ പേര് രാജേഷ് എന്നാണോ? അല്ലല്ലോ. എങ്കിൽ വേഗം കത്തിച്ചു വിട്ടോ, താങ്കളുടെ കൂട്ടുകാരൻ അപകടത്തിലാണ്. അയ്യോ, പക്ഷെ എനിക്ക് വാവ്, വളരെ മനോഹരമായ ബെൽറ്റ് ആണല്ലോ. എടാ, അത് ബെൽറ്റ് അല്ല, ബ്രേസ്ലെറ്റ് ആണ്. സംശയമുണ്ടോ? അത് പിന്നെ ഞാൻ നിന്നെ ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞത്. നിന്നെ വെച്ച് നോക്കുമ്പോ ഒരു ബെൽറ്റ് തന്നെ ആയിരിക്കില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ബ്രേസ്ലെറ്റ് മഞ്ഞളി വീണാണെന്നാ. അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. അത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റാ. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് പോയെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ അറിയാതെ വഴി വീണതായിരിക്കും. ഇത് നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡയെ ഏൽപ്പിക്കാം. ആ അത് തന്നെയാണ് നല്ലത്. എന്ത് പറ്റി ഹണി? കുത്തുകൊണ്ടോ നിനക്ക്? ഇപ്പൊ മനസ്സിലായി. ഈ ചുവപ്പ് നിറം കണ്ടിട്ടാണ് കാള നമ്മുടെ പുറകെ കൂടിയത്. ഇതങ്ങ് വലിച്ചെറിയാം. ഇന്നത്തെ ദിവസം പോക്കാണെന്ന് തോന്നുന്നു. കടലിൽ പോയിട്ട് ഒരു പഴം പോലും കയ്യിൽ നിൽക്കുന്നില്ല.
എടാ ബക്രു, ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണോടാ നീ ഇപ്പൊ ആലോചിക്കുന്നത്? അതെ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്, കൊണ്ടിട്ടുമുണ്ട്. ഇത്രയും വെള്ളം ആകാശത്ത് നിന്ന് ആരാ ഒഴിക്കുന്നത്? അയ്യോ എടാ, ഞാൻ അതൊന്നും അല്ലടാ ആലോചിച്ചത്. എടാ, നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായെന്നുള്ള കാര്യമാണെടാ ഞാനിപ്പോ ആലോചിച്ചത്. എത്ര മനോഹരമായി പോവാണ്. പെട്ടെന്ന് ആരോ എന്റെ മുകളിലുള്ളതായിട്ട് എനിക്ക് തോന്നി. ഉണ്ടല്ലോ, നിന്റെ മണ്ടത്തരം കണ്ടുകൊണ്ട് ദൈവം മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. യുവമാരെ 4 പേരെ നമുക്ക് ഈ ചാക്കിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ച ആ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റാം. എന്തായാലും ഈ ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് നന്നായി, അല്ലെങ്കിൽ ഇത് കളവ് പോയേനെ. അങ്ങനെ ഏതെങ്കിലും കള്ളം ഈ ബ്രേസ്ലെറ്റ് മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ ഹണിയുടെ കൈയിന്റെ ചൂടറിഞ്ഞേനെ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അവന്മാർ ഞാൻ പൊക്കിയെടുത്തിട്ട് തറയിലെടുത്ത് ഇട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കിയേനെ. ഞാൻ അവന്മാരെ കൈ കൊണ്ടുപോലും തൊടില്ല. എന്റെ അമ്മച്ചി, മഹാഭാഗ്യം. പകരം ഞാൻ എന്റെ ചുണ്ടുകൊണ്ട് അവന്മാരെ കൊത്തി കീറിയനെ. ഞാനാണെങ്കിൽ ഒറ്റത്തട്ടിന് അവന്മാരുടെ അടപ്പിളക്കി എടുത്തേനെ. ഇനി അടിക്കല്ലേ. നമ്മുടെ തല്ലി കൊണ്ടിട്ട് ദേ ചാക്ക് വരെ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ, ഇത് ചാക്കല്ല, ഞങ്ങളാ. നോക്ക്. നിങ്ങളുടെ കയ്യിൽ ബൈക്കൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഹെൽമെറ്റ് തലയിൽ വെച്ചിരിക്കുന്നേ? അയ്യോ, ഇത് ഹെൽമറ്റ് ഒന്നും അല്ല, നിങ്ങളുടെ 4 പേരുടെ ഇടിയും തൊഴിയും കൊണ്ട് മുഴച്ചു വന്നതാ. അതെ, ഞങ്ങളുടെ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി. ഞങ്ങൾ അത് ഈ ചാക്കിനകത്ത് തിരയുകയായിരുന്നു. അതെയോ? അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലേ? ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. വിഷമിക്കണ്ട, നിങ്ങളുടെ കളഞ്ഞുപോയ സാധനം വീണ്ടെടുക്കാൻ അയാൾ നിങ്ങളെ സഹായിക്കും. ആണോ? എന്നാ ഞങ്ങളെ വേഗം ആ മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിക്കൂ പ്ലീസ്. കാമുകന്മാർ കിന്നരിക്കാൻ വരുന്നു പാർക്കിൽ. എല്ലാവരും സ്ട്രെസ് കുറയ്ക്കാൻ വരും ബീച്ചിൽ. അടികൈ. സണ്ണി, കവിത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അടിപൊളി എന്നാ പറയേണ്ടത്, ആ എന്നല്ല. എടാ, എന്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കണ്ണ സാർ ചൊല്ലുന്ന കവിതകളിൽ വേദനയില്ലെങ്കിൽ എന്താ, നിന്റെ കാലിലെങ്കിലും വേദനയുണ്ടല്ലോ. ഞാൻ കാല് വേദനയോട് പൊളയുമ്പോ നീ അവിടെ കിടന്ന് ചിരിക്കുകയാണോ? ഓ, നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വഴക്കിന് പോയില്ല കിറ്റി. ആ പറഞ്ഞത് ശരിയാ. സത്യത്തിൽ ഏറ്റുമുട്ടേണ്ടത് വീരന്മാർ തമ്മിലാ. അങ്ങനെ നോക്കുമ്പോ ഈ സണ്ണി എനിക്കൊരു എതിരാളിയേ അല്ല. ഈ സണ്ണി എവിടെ കിടക്കുന്നു, ഈ ഞാൻ എവിടെ നിൽക്കുന്നു? ഞങ്ങൾക്കൊരു സംശയമല്ല പോപ്പട്ടെ. കുട്ടികളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇനിയെങ്കിലും നിങ്ങൾ വഴക്ക് കൂടുന്നത് നിർത്തണം. നമ്മൾ ഒരുമിച്ച് ക്യാമ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യണം. എല്ലാവരും വരൂ, നമുക്കൊരു അഡ്വഞ്ചറസ് ഗെയിം കളിച്ചാലോ? കേൾക്കൂ കുട്ടികളെ, ഗെയിം കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ഞാൻ ഈ ബോൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. എത്ര നല്ല ഐഡിയ ആണ് മാഡം. നന്നായിട്ട് ആടി ഉലയുന്ന തിരയാണ്. അതിനു മുകളിൽ പാറി പറക്കും നമ്മൾ. അതോടൊപ്പം നമ്മളുടെ കൂടെ തെന്നി കളിക്കുന്ന ബോൾ. സംശയമുണ്ടോ?
നോക്കാലോ വെള്ളത്തിന്റെ മുകളിൽ ആര് ക്യാച്ച് എടുക്കുമെന്ന്. എടാ ഈ ഗെയിം ഞാൻ 10 വരെ എണ്ണ മുമ്പ് ജയിച്ചു കാണിക്കാം. ഈ 10 വരെ എണ്ണുന്നതിന് മുമ്പ് ജയിച്ചാ ഞങ്ങൾ ഈ കളി 10, 20, 30, 40, 50 അങ്ങനെ 100 എണ്ണുന്നതിന് മുമ്പ് ജയിക്കും. സണ്ണി ദാ ക്യാച്ച്. ആ, ആ, ഓ, ഓ, അയ്യോ എന്നും ചെയ്യലേ ഞാൻ പറഞ്ഞേക്ക് എന്നെ വിട്ടേക്ക്. അയ്യോ അത് രക്ഷിക്കണേ രക്ഷിക്കേ. ബണി ക്യാച്ച്. സണ്ണി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നൈസ് ഷോട്ട് കിറ്റി. താങ്ക് യു കിറ്റി, താങ്ക് യു വെരി മച്ച്. ഇനി ബീച്ചിൽ നിന്നും ആ ബോൾ ആരാ തിരിച്ചു കൊണ്ടുപോകുന്നെന്ന് നമുക്ക് നോക്കാം. എടാ എന്നെക്കാളും വലിയ ബുദ്ധിമാൻ വേറെ ആരും തന്നെ ഇല്ല, മനസ്സിലായോ? പോപ്പട്ട് നീ എന്താ ഇതുവരെ സൂട്ട് ഇടാത്തത്? ഞാൻ പോപ്പട്ടാണ്. എനിക്ക് ഈ സ്യൂട്ടിന്റെ ഒന്നും ഒരാവശ്യമില്ല. സംശയമുണ്ടോ? ഇത് 8000 അടി മുകളിലാണ്. അമ്മച്ചി, അയ്യോ. അയ്യോ 2-3 സ്യൂട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിലേ അതും കൂടി എനിക്കിങ് എടുത്ത് തന്നേക്ക്. ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് എന്റെ ചിറകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. പാരച്ചുട്ട് ഇപ്പൊ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ, എല്ലാവരും എന്റെ കൈ പിടിക്കുക, എന്നിട്ട് സണ്ണിയിൽ നിന്ന് ലിഫ്റ്റ് അടിക്കാം. എല്ലാവരും ബാഗ് അടിക്കുക കൂട്ടുകാരെ. എന്റെ പറ്റി കയറല്ല കടിച്ചു മുറിക്കുക. നോക്ക്, നമ്മുടെ ബാങ്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഉടൻ പോയി മേഡത്തിന്റെ കാശ് എടുത്തോണ്ട് വരാം. സംശയമുണ്ടോ? അല്ല ഇതെന്താണ്? ഇവിടെയുമുണ്ട് പെൻ, അവിടെയുമുണ്ട് പെൻ. ഇവിടെ എല്ലാവരും പെണ്ണാണ് ഉപയോഗിക്കുന്നത്. ഞാനും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. സർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അടുത്ത കൗണ്ടറിലേക്ക് പോകൂ, ഞാൻ അല്പം ബിസിയാണ്.
ഇതെന്താ മൈൽഡ് ലീവ്? ഹേയ് വാട്ട് ഹാപ്പൻഡ്? ഒരു പെന്നൊന്ന് തരുമോ? ആ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇത്രയും പെയിൻ മതിയോ അതോ ഇനിയും വേണോ? കവിത ചൊല്ലുന്ന ആളാണെന്നാ തോന്നുന്നേ, അതുകൊണ്ടായിരിക്കും ഒരുപാട് പെയിൻ ചോദിക്കുന്നത്. എന്റെ ചേട്ടാ, ഞാൻ ചോദിച്ചത് പെയിൻ അല്ല, എഴുതുന്ന പെന്നാണ്. രാവിലെ കണി കൊണ്ടത് ശരിയല്ലെന്ന്